السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم آمين. تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: ചോദിക്കാതെ നൽകുന്നവനും അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനും കൂടെ കൂടെ കരുണ ചൊരിയുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അവൻ ഹമീദും മജീദും ആണ്. പ്രകീർത്തനവും പ്രശംസയും അവനുള്ളതാണ്. ഈ ഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപവാനും സർവജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു. പാപം പൊറുക്കുന്നവനും പാശ്ചാത്താപം സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനും ഔദാര്യമുടയവനുമത്രേ അവൻ. അവനല്ലാതെ ഒരാരാധ്യനുമില്ല. അവനിലേക്കാണ് അന്തിമ മടക്കം. രണ്ടാമത്തെ ആയത്ത് ആയത്തുൽ കുർസിയാണ്. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: അള്ളാഹു, അവനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനുമാകുന്നു. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എല്ലാം അവന്റേതാകുന്നു. അവന്റെ അനുമതി കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട്? അവരുടെ മനുഷ്യരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അവൻ അറിയുന്നു.
അവന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ പ്രാപിക്കുകയില്ല. അവന്റെ സിംഹാസനം ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ചു നിൽക്കുന്നു. അവ രണ്ടിന്റെയും സംരക്ഷണം അവനെ ക്ഷീണിപ്പിക്കുന്നില്ല. അവൻ അത്യുന്നതനും മഹാനുഭാവനുമാകുന്നു. ഈ ആയത്തുകൾ സൂറത്തുൽ മുഅ്മിനിലെ ആയത്തുകളാണ്. ആദ്യത്തെ 4 ആയത്തുകൾ ബിസ്മില്ല അടക്കമുള്ള 4 ആയത്തുകൾ. ഒരായത്ത് ഞാൻ പറഞ്ഞതുപോലെ ആയത്തുൽ കുർസിയാണ്. അത് സൂറത്തുൽ ബക്കറയിലെ ആയത്താണ്. ഈ ആയത്തുകളിൽ അള്ളാഹുവിന്റെ ചില സിഫത്തുകളെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അവന്റെ പ്രൗഢിയും മഹത്വവും വിവരിച്ചിരിക്കുന്നു. ഈ ആയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹദീസിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം കാണാൻ സാധിക്കും. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ രാവിലെ അൽ മുഅ്മിനിലെ ഹാമീൻ മുതൽ ഇലൈഹിൽ മസീർ വരെ ചൊല്ലിയത്, കൂടെ ആയത്തുൽ കുർസിയും ചൊല്ലിയത്, ഇത് രണ്ടും മുഖേന അയാളെ പ്രദോഷം വരെ സുരക്ഷിതമാക്കി വെക്കുന്നതാണ്. ആരാണോ ഇത് രണ്ടും പ്രദോഷത്തിൽ പാരായണം ചെയ്യുന്നത്, ഇത് മുഖേന പ്രഭാതം വരെ അയാളെ സംരക്ഷിക്കുന്നതാണ്. ഹാമീം എന്നത് സൂറ മുഅ്മിനിലെ 2ാമത്തെ ആയത്താണ്. ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. റഹ്മാൻ റഹീം എന്നതിന്റെ വിശദീകരണം തർജമയിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. പിന്നീട് ഹാമീൻ എന്നതാണ്. അത് കേവലാക്ഷരങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഈ ഹാമീൻ എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹമീദ്, മജീദ് എന്നീ വാക്കുകളാണ്. ഹമീദ് എന്നതിന്റെ അർത്ഥം ആരാണോ സ്തുതിക്ക് അർഹനായിട്ടുള്ളത്, അതുപോലെ ആർക്കാണോ യഥാർത്ഥത്തിലുള്ള സ്തുതി അലങ്കാരമായിട്ടുള്ളത് അവനെയാണ്. അതായത് അള്ളാഹു തന്നെയാണ് സ്തുതിക്ക് അർഹനായിട്ടുള്ളവൻ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹംദ് എന്ന വാക്കിന് വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു, വ്യക്തമായിരിക്കട്ടെ, ഹംദ് എന്ന് പറയുന്നത് ആ സ്തുതിക്കാണ്. ഏതൊന്നാണോ സ്തുതിക്ക് അർഹനായിട്ടുള്ള ഒരാളുടെ നല്ല കർമ്മങ്ങൾക്ക് ചെയ്യുന്നത്, അതുപോലെ അത്രമാത്രം പാരിതോഷികം നൽകുന്നവരെ പ്രശംസിക്കുന്നതിന്റെ പേരാണ് ആരാണോ തന്റെ ഇഷ്ടം കൊണ്ട് പാരിതോഷികം നൽകിയത്, തന്റെ ഉദ്ദേശം അനുസരിച്ച് പാരിതോഷികം നൽകിയത്. യഥാർത്ഥത്തിലുള്ള ഹംദ് അതിന്റെ കടമയനുസരിച്ച് ആ അസ്തിത്വത്തിന് മാത്രമേ യോജിക്കുകയുള്ളൂ. ആരാണോ എല്ലാ അനുഗ്രഹങ്ങളുടെയും പ്രകാശങ്ങളുടെയും ഉറവിടമായിട്ടുള്ളത്, അതുപോലെ പരിപൂർണമായ ഉൾക്കാഴ്ചയോടുകൂടി ആരുടെയെങ്കിലും മേൽ കാരുണ്യം കാണിക്കുന്നത്, അതല്ലാതെ അറിയാത്ത നിലയിലല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും നിർബന്ധിതാവസ്ഥ കൊണ്ട് ചെയ്യുന്നതും അല്ല. ഹംദ് ചെയ്യുന്നത് ആ അസ്തിത്വത്തിനാണ്. യഥാർത്ഥ ഹംദിന് അവകാശി അവൻ മാത്രമാണ്. ആരാണോ ഔദാര്യം കാണിക്കുന്നത്, എന്നാൽ ഏതെങ്കിലും നിർബന്ധിതാവസ്ഥ കൊണ്ടല്ല, എന്തെങ്കിലും കാരണം കൊണ്ടല്ല, മറിച്ച് അനേകം ഔദാര്യങ്ങൾ ചെയ്തുകൊണ്ടേ പോകുന്നത്. പറയുന്നു, ഹംദിന്റെ ഈ അർത്ഥം കേവലം ഖബീറും ബസീറുമായ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അവനാണ് കാരുണ്യവാൻ. ആദ്യത്തിലും അന്ത്യത്തിലുമുള്ള എല്ലാ കാരുണ്യവും അവനിൽ നിന്നാണുള്ളത്. എല്ലാവിധത്തിലുള്ള പ്രകീർത്തനവും അവനുള്ളതാണ്. ഈ ലോകത്തും പരലോകത്തും എല്ലാ ഹന്തും അവന്റെ അന്യരെക്കുറിച്ച് ചെയ്യുന്നത്, അതിന്റെ തിരിച്ചുപോക്കിന്റെ സ്ഥാനവും അവൻ തന്നെയാണ്. അഥവാ അവന്റെ അന്യരെക്കുറിച്ച് ഹംദ് ചെയ്യുകയാണ് എങ്കിൽ അതും, അതായത് മറ്റുള്ളവരെ പ്രശംസക്ക് യോഗ്യരായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രശംസിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത്. അള്ളാഹുവാണ് അവർക്ക് അതിനുള്ള തൗഫീക്ക് നൽകിയിട്ടുള്ളത്, അവർ അപ്രകാരം പ്രശംസിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യുന്നതിനു വേണ്ടി.
ഹംദ് എന്ന വാക്കിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് വീണ്ടും അവിടുന്ന് പറയുന്നു, ഹംദ് എന്ന് പറയുന്നത് ആ പ്രശംസക്കാണ്. ഏതൊന്നാണോ എല്ലാ അധികാരവുമുള്ള ഒരു നല്ല അസ്തിത്വത്തിന്റെ നല്ല പ്രവർത്തിക്ക് അദ്ദേഹത്തെ അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നാവ് കൊണ്ട് ചെയ്യുന്നത്. പരിപൂർണ നിലയിലുള്ള ഹംദ് സർവശക്തനായ അള്ളാഹുവിന് മാത്രം പ്രത്യേകപ്പെടുത്തിയിട്ടുള്ളതാണ്. എല്ലാവിധത്തിലുള്ള ഹംദിന്റെയും സമാപന സ്ഥാനം അത് കുറവാകട്ടെ കൂടുതലാകട്ടെ നമ്മുടെ ആ നാഥൻ ആണ്. ആരാണോ സൃഷ്ടികൾക്ക് മാർഗദർശനം നൽകുകയും നിന്ദ്യരായവർക്ക് ബഹുമാനം നൽകുകയും ചെയ്യുന്നത്, അവൻ സ്തുതിക്കപ്പെട്ടവരെ കൊണ്ട് സ്തുതിക്കപ്പെട്ടവനാണ്. അതായത് സ്തുതിക്ക് അർഹരായ അസ്തിത്വങ്ങൾ അവർ എല്ലായ്പ്പോഴും അവനെ സ്തുതിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. വീണ്ടും അവിടുന്ന് കൂടുതലായി പറയുന്നു ഇതേ വാക്ക് ഹംദിനെ വിശദീകരിച്ചുകൊണ്ട്, ഹംദ് എന്ന വാക്കുകളിൽ ആ ഒരു സൂചനയുണ്ട്. അതിതാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, എന്റെ ദാസരെ എന്റെ സിഫത്തുകളിലൂടെ എന്നെ തിരിച്ചറിയുക, എന്റെ ശ്രേഷ്ഠതകളിലൂടെ എന്നെ തിരിച്ചറിയുക. ഞാൻ ന്യൂനതയുള്ള അസ്തിത്വങ്ങളെ പോലെയല്ല, മറിച്ച് എന്റെ ഹംദിന്റെ സ്ഥാനം അങ്ങേയറ്റത്തെ അതിശയോക്തിയോടുകൂടി പറയുന്നവരെക്കാൾ കൂടുതലായിട്ടുള്ളതാണ്. നിങ്ങൾ ആകാശങ്ങളിലും ഭൂമിയിലും പ്രശംസായോഗ്യമായ ഒരു സിഫത്തും കാണുകയില്ല. ഏതൊന്നാണോ നിങ്ങൾക്ക് എന്റെ അസ്തിത്വത്തിൽ കാണാൻ സാധിക്കാത്തതായിട്ടുള്ളത്, അഥവാ നിങ്ങൾ എന്റെ പ്രശംസായോഗ്യമായ സിഫത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തന്നെ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. നിങ്ങൾ എത്ര തന്നെ പരിശ്രമം നടത്തി ചിന്തിച്ചാലും ശരി, തങ്ങളുടെ ജോലിയിൽ മുഴുകിയിരിക്കുന്നത് പോലെ ഈ സിഫത്തുകളെ കുറിച്ച് എത്ര തന്നെ പ്രയാസം ഏറ്റുവാങ്ങിയാലും ശരി, നല്ലവണ്ണം ചിന്തിക്കുക. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ഹംദ് കാണാൻ സാധിക്കുമോ? ഏതൊന്നാണോ എന്റെ അസ്തിത്വത്തിൽ കാണാൻ സാധിക്കാത്തത്? നിങ്ങൾക്ക് അത്തരത്തിലുള്ള ശ്രേഷ്ഠതയുടെ മാർഗം കാണാൻ സാധിക്കുമോ? ഏതൊന്നാണോ എന്നിൽ നിന്നും എന്റെ സദസ്സിൽ നിന്നും വിദൂരമായിട്ടിരിക്കുന്നത്? അഥവാ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ അന്ധന്മാരിൽപ്പെട്ടവരാണ്. എല്ലാവിധത്തിലുള്ള ഹംദും അള്ളാഹുവിന് മാത്രമാണ് അലങ്കാരമായിട്ടുള്ളത്. പറയുന്നു, മറിച്ച് ഞാൻ, അതായത് അള്ളാഹു തന്റെ സിഫത്തുകൾ കൊണ്ടും തന്റെ ശ്രേഷ്ഠതകൾ കൊണ്ടുമാണ് തിരിച്ചറിയുന്നത്. എന്റെ ശക്തമായ മഴയെക്കുറിച്ച് ഉള്ള അറിവ് എന്റെ കാരുണ്യത്തിന്റെ മേഘങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. ആരാണോ എന്നെ എല്ലാ പരിപൂർണ സിഫത്തുകളുടെയും എല്ലാ ശ്രേഷ്ഠതകളുടെയും പൂർണ്ണതയായി ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നത്, അവർ അവിടെ ഏതെല്ലാം ശ്രേഷ്ഠതകളാണോ കണ്ടത്, തങ്ങളുടെ ചിന്തയുടെ അങ്ങേയറ്റത്തെ പാരമ്യതയിൽ അവർക്ക് കാണാൻ സാധിച്ച പ്രൗഢി, അവർ അതിനെ എന്നിലേക്ക് കൂട്ടിച്ചേർത്തു. എല്ലാ മഹത്വവും ഏതൊന്നാണോ അവരുടെ ബുദ്ധിയിലും സൃഷ്ടിയിലും വ്യക്തമായത്, എല്ലാ ശക്തിപ്രഭാവവും ഏതൊന്നാണോ അവരുടെ ചിന്തയിലൂടെയും കണ്ണുകളിലൂടെയും കാണാൻ സാധിച്ചത്, അവർ അതെല്ലാം എന്നിലേക്ക് തന്നെ കൂട്ടിച്ചേർത്തു പറഞ്ഞു. ഇവർ അത്തരത്തിലുള്ള ആളുകളാണ്. അവർ എന്റെ മാരിഫത്തിന്റെ മാർഗത്തിൽ ചുവടുവെച്ചിട്ടുള്ളവരാണ്. സത്യം അവരോടൊപ്പമാണ്. അവർ വിജയിക്കുന്നവരാണ്. പറയുന്നു, അള്ളാഹു നിങ്ങളെ ക്ഷേമത്തിൽ വെക്കുമാറാകട്ടെ. എഴുന്നേൽക്കൂ, സർവശക്തനായ അള്ളാഹുവിന്റെ സിഫത്തുകൾ അന്വേഷിക്കൂ. ബുദ്ധിമാന്മാരെയും ചിന്തിക്കുന്നവരെയും പോലെ ഇതിൽ ചിന്തിക്കുകയും ഗഹനമായ ദൃഷ്ടിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക. കാരണം ഹംദ് എന്ന സിഫത്തിന്റെ ഗ്രാഹ്യം ഉണ്ടാകുന്നതിലൂടെ മാത്രമേ മറ്റു സിഫത്തുകളെ കുറിച്ചുള്ള ഗ്രാഹ്യവും ഉണ്ടാവുകയുള്ളൂ. പറഞ്ഞു, നല്ലതുപോലെ നോക്കുക, ശ്രേഷ്ഠതയുടെ എല്ലാ വശങ്ങളെയും ഗഹനമായി ദൃഷ്ടി പതിപ്പിക്കുക. ഈ ലോകത്തിന്റെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അതിനെ ഈ വിധം അന്വേഷിക്കുക. ഏതുപോലെ ഒരു ദുരാഗ്രഹിയായ മനുഷ്യൻ വളരെ താല്പര്യത്തോടുകൂടി തന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിനായി നിൽക്കുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹം അറിയുന്നതിനു വേണ്ടി, അവന്റെ സിഫത്തുകൾ അറിയുന്നതിനു വേണ്ടി, അവന്റെ ഹംദ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള മാർഗം അന്വേഷിക്കുക, അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തുക. ഒരു ദുരാഗ്രഹിയായ മനുഷ്യനെ പോലെ പരിശ്രമിക്കുക. പറയുന്നു, നിങ്ങൾ അതിന്റെ പരിപൂർണതയിൽ എത്തുകയും അവന്റെ സുഗന്ധം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾ അവനെ പ്രാപിച്ചു കഴിഞ്ഞു, അത് അത്തരത്തിലുള്ള ഒരു രഹസ്യമാണ്. അത് കേവലം നേർമാർഗം അന്വേഷിക്കുന്നവരിൽ മാത്രമാണ് തുറക്കുക. അതുകൊണ്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ യജമാനനാണ്. അവൻ സ്വയം പരിപൂർണനാണ്. എല്ലാവിധത്തിലുള്ള ശ്രേഷ്ഠ ഗുണങ്ങളുടെയും പ്രകീർത്തനങ്ങളുടെയും സമ്മേളനമാണ്.
എല്ലാ ഹംദും എല്ലാ പ്രശംസകളും അല്ലെങ്കിൽ പ്രശംസായോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ അവനിൽ മാത്രമാണ് സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു സ്തുതിക്കപ്പെടേണ്ടവനാണ് എന്നതിനെ കുറിച്ചുള്ള ഈ ഗ്രാഹ്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അള്ളാഹുവിന്റെ മറ്റു സിഫത്തുകളും നാം തിരിച്ചറിയപ്പെടുന്നവരായിത്തീരുന്നതിനു വേണ്ടി വീണ്ടും അള്ളാഹു പറയുന്നു, അവൻ മജീദാണ്, മഹത്വത്തിന്റെ ഉടമയാണ്, മഹത്വം അവനുള്ളതാണ്. അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത് ഏതൊന്നാണോ നാം മനുഷ്യരെ കുറിച്ച് പറയുന്നത് അദ്ദേഹം വലിയ മഹാനാണ് എന്ന്, അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾ നമ്മൾ പറയാറുണ്ട് അദ്ദേഹം നല്ല ഒരു മഹത്വമാണ് എന്ന്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇതിന്റെ അർത്ഥം ഇതാണ്, അവൻ വളരെയധികം പ്രശംസായോഗ്യനും ഉന്നത പ്രൗഢിയോടുകൂടി നിലകൊള്ളുന്നവനും ആണ്. അതുവരെ ആർക്കും എത്താൻ സാധിക്കുകയില്ല. അവന്റെ അനുഗ്രഹത്തിന് യാതൊരു പരിധിയുമില്ല. അവൻ നൽകുന്നു, നൽകിക്കൊണ്ടേ പോകുന്നു, ഒരിക്കലും തളരുന്നവനല്ല. അതായത് ആയത്ത് ഓതുമ്പോൾ അള്ളാഹു മഹത്വത്തിനുടമയാണ് എന്നുള്ള ഈ അർത്ഥം മുന്നിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആദ്യം ഹംദിന്റെ അർത്ഥം, പിന്നീട് അവൻ മജീദാണ് എന്നതിന്റെ അർത്ഥം. വീണ്ടും പറഞ്ഞു അവൻ അസീസാണ്, അതായത് അവൻ എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനാണ്, എല്ലാ ശക്തരെക്കാളും ശക്തിയുള്ളവനാണവൻ. അവനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അവനെ പരാജയപ്പെടുത്തുക എന്നത് അസാധ്യമായിട്ടുള്ളതാണ്. എല്ലാ ആദരവും അവനുള്ളതാണ്. അവന്റെ വിലയും നിലയും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അവൻ എല്ലാ കാര്യത്തിലും അതീശത്വം ഉള്ളവനാണ്. അവനെപ്പോലെ മറ്റൊരാൾ ഉണ്ടാവുക സാധ്യമേ അല്ല. ഇതാണ് അസീസ് എന്നതിന്റെ അർത്ഥം. വീണ്ടും പറയുന്നു അവൻ അലീം ആണ്, അവന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാം. ഏതൊന്നാണോ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്, ഈ കാര്യത്തെക്കുറിച്ചും ഏതൊന്നാണോ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, അവനിൽ നിന്ന് ഒരു കാര്യവും മറഞ്ഞിരിക്കുന്നില്ല. അവന്റെ അറിവ് എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായും അതീശത്വമുള്ളതാണ്. അവനാണ് അള്ളാഹു. ആരാണോ ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്, അതായത് വിശുദ്ധ ഖുർആൻ, ആരാണോ ഈ അവസാന ശരീഅത്ത് ഇറക്കിയിരിക്കുന്നത്, അവൻ എല്ലാ കാലഘട്ടത്തിലെയും ആവശ്യങ്ങളുടെ അറിവ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള സംരക്ഷണവും വിജയവും അതനുസരിച്ച് യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ലഭിക്കുകയുള്ളൂ. വീണ്ടും പറയുന്നു അവൻ ഗാഫിറു ദംബാണ്, അവൻ പാപങ്ങളെ പുറത്തു തരുന്നവനാണ്. അവന്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് പാപങ്ങൾ പുറത്തു തരുന്നതിനായി അർത്ഥിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. തന്റെ പാപങ്ങൾക്ക് എല്ലായ്പ്പോഴും പാപപൂർത്തി തേടിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. അവിടുന്ന് ഒരവസരത്തിൽ പറഞ്ഞു, മനുഷ്യന് ലഭിക്കുന്ന പ്രകാശം അത് താൽക്കാലികമായിരിക്കും. അതായത് എന്തെങ്കിലും ആത്മീയമോ ഭൗതികമോ ആയ പ്രയോജനം ലഭിച്ചാൽ അത് താൽക്കാലികമായിരിക്കും. അതിനെ എല്ലായ്പ്പോഴും തന്നോടൊപ്പം വെക്കുന്നതിന് വേണ്ടി ഇസ്തിഗ്ഫാറിന്റെ ആവശ്യമുണ്ടായിരിക്കും. അവിടുന്ന് പറഞ്ഞു, പ്രവാചകന്മാർ ചെയ്യുന്ന ഇസ്തിഗ്ഫാറിനുള്ള കാരണവും ഇത് തന്നെയാണ്. അവർക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ട്. അവർക്ക് ആശങ്ക എപ്പോഴും ഉണ്ടാകും, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രകാശത്തിന്റെ ഈ പുതപ്പ് അത് ഞങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടുമോ? പറയുന്നു, ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം ഇതാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴുള്ള പ്രകാശം അത് സുരക്ഷിതമായിരിക്കുകയും കൂടുതലായി ലഭിക്കുകയും ചെയ്യുക. അത് കരസ്ഥമാക്കുന്നതിനായി പറയുന്നു, അത് നേടുന്നതിനായി 5 നേര നമസ്കാരം ഉണ്ട്. നമസ്കാരവും ഇതിന്റെ ഒരു ഭാഗമാണ്. മഗ്ഫിറത്ത് കരസ്ഥമാക്കുന്നതിനു വേണ്ടി, ആ പ്രകാശം കരസ്ഥമാക്കുന്നതിനു വേണ്ടി എന്നല്ല. എന്തുകൊണ്ടെന്നാൽ നമസ്കാരത്തിലും മനുഷ്യൻ പാപത്തിൽ നിന്ന് തൗബ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് പാപപൂർത്തി തേടുന്നു, മാപ്പ് ചോദിക്കുന്നു. പറയുന്നു, എല്ലാ ദിവസവും ഹൃദയം തുറന്ന നിലയിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ആർക്കാണോ ദീർഘദൃഷ്ടിയുള്ളത് അവർക്കറിയാം, നമസ്കാരം ഒരു മിഅ്റാജാണ്. നമസ്കാരത്തിലുള്ള വിലാപവും വേദനയും കൊണ്ടുള്ള ദുആയിൽ നിന്നാണ്. അത് മുഖേനയുള്ള രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക. അത് മുഖേനയാണ് ഇത്തരം രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക. അതായത് ആത്മീയവും ശാരീരികവുമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ദുആയുടെ ആവശ്യമുണ്ട്. ദുആയിൽ ഇസ്തിഗ്ഫാറിന്റെ ആവശ്യവുമുണ്ട്. നമസ്കാരവും ഇതിന്റെ ഒരു ഭാഗമാണ്.
അതുകൊണ്ട് ഈ ആയത്തുകൾ ഓതുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നതിനാൽ അത് ഓതിയത് മൂലമൊന്നും സംഭവിക്കുകയില്ല, മറിച്ച് പ്രവർത്തന മാതൃകയും ഉന്നതമാക്കേണ്ടിയിരിക്കുന്നു. സ്വയം തന്നെ നിരീക്ഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. എപ്രകാരമാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതെന്നും എപ്രകാരമാണ് നമുക്ക് നമ്മുടെ നമസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടതെന്നും നോക്കുക. അങ്ങനെ നാമും സംരക്ഷിക്കപ്പെടുന്നതാണ്. അവിടുന്ന് ഇസ്തിഗ്ഫാറിനെ കൂടുതലായി വിശദീകരിച്ചുകൊണ്ട് ഒരവസരത്തിൽ പറഞ്ഞു, ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം ഇതാണ്: പ്രത്യക്ഷമായ നിലയിൽ ഒരു തിന്മയും ഉണ്ടാകാതിരിക്കുക, പാപം ചെയ്യാനുള്ള കഴിവ് പ്രകടമാകാതിരിക്കുക, ഏത് വസ്തുവിലൂടെയാണ് തിന്മയുണ്ടാകാൻ സാധ്യതയുള്ളത് അതുമൂലം അവസരമുണ്ടാകാതിരിക്കുക, ആ ശക്തി തന്നെ ഉണ്ടാകാതിരിക്കുക. പറയുന്നു, പ്രവാചകന്മാരുടെ ഇസ്തിഗ്ഫാർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശവും ഇതുതന്നെയാണ്. അവർ നിഷ്കളങ്കരാണ്, എന്നാൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് തന്നെ ഇതുമൂലമാണ്. ഭാവിയിൽ ആ ശക്തി തന്നെ പ്രകടമാകാതിരിക്കുക, അതിനുവേണ്ടിയാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ മറ്റൊരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഏതൊരു തിന്മയും തെറ്റുമാണ് ഉണ്ടായിട്ടുള്ളത്, അതായത് സാധാരണ മനുഷ്യർക്ക് ഇസ്തിഗ്ഫാർ എന്നാൽ അവർ ചെയ്ത തിന്മകളും കുറ്റങ്ങളും അതിന്റെ പാശഫലങ്ങളിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നതിനായും ആ തെറ്റുകൾ പൊറുക്കുന്നതിനു വേണ്ടിയാകുന്നു. അതോടൊപ്പം ഭാവിയിൽ ആ തെറ്റുകളിൽ നിന്ന് സ്വയം രക്ഷ നേടുകയും ചെയ്യുക എന്നതാണ്. പറയുന്നത് എന്തു തന്നെയായാലും മനുഷ്യന് നിർബന്ധമായ കാര്യമായിരിക്കുന്നു അവൻ ഇസ്തിഗ്ഫാറിൽ എപ്പോഴും മുഴുകിയിരിക്കുക. പറയുന്നു, ഭൂമിയിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിന്റെ എല്ലാ ഉദ്ദേശം തന്നെ ഇതാണ്. അതായത് മനുഷ്യൻ ഇസ്തിഗ്ഫാറിൽ മുഴുകുക. മനുഷ്യൻ പ്രയാസത്തിൽ അടിമപ്പെടുമ്പോൾ അല്ലെങ്കിൽ അഹമ്മദികളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇസ്തിഗ്ഫാറിലേക്ക് ശ്രദ്ധ ഉണ്ടായിത്തീരണം, ദുആയിലേക്ക് ശ്രദ്ധ ഉണ്ടായിത്തീരണം. പറയുന്നു, ഇസ്തിഗ്ഫാർ എന്നതിന്റെ ഉദ്ദേശം അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് ഉരിയാടുക എന്നതല്ല. യഥാർത്ഥത്തിൽ അന്യഭാഷാദാതാവിൽ നിന്ന് ഉദ്ദേശം എപ്പോഴും മറഞ്ഞിരിക്കും. അറബികൾ ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇത് അന്യഭാഷയായതുകൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങൾ മറഞ്ഞു തന്നെ ഇരിക്കുന്നു. ഒരുപാട് ആളുകൾ പറയുന്നു, ഞങ്ങൾ ഇത്ര തവണ ഇസ്തിഗ്ഫാർ ചെയ്തു, 100 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലി, 1000 തസ്ബീഹ് ചൊല്ലി. എന്നാൽ അവരോട് ഇസ്തിഗ്ഫാറിന്റെ അർത്ഥവും വിവക്ഷയും ചോദിക്കുന്ന പക്ഷം അതിൽ അല്പസ്വല്പമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല. മനുഷ്യന് ആവശ്യം യഥാർത്ഥ നിലയിൽ ഹൃദയത്തിനുള്ളിൽ മാപ്പ് ചോദിക്കുക എന്നതാണ്. തന്നിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഭാവിയിൽ എപ്പോഴും ഹൃദയ സാന്നിധ്യത്തോടെ അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുക. തുടർന്ന് എപ്പോഴും നന്മ പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് ചോദിക്കുക, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. പറയുന്നു, നല്ലതുപോലെ ഓർത്തിരിക്കുക, വാക്കുകൾ കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. തന്റെ ഭാഷയിലും ഇസ്തിഗ്ഫാർ സാധ്യമാകുന്നതാണ്. അള്ളാഹു കഴിഞ്ഞുപോയ തെറ്റുകൾ പുറത്തു നൽകുന്നതാണ്. വരാനിരിക്കുന്ന തിന്മകളിൽ നിന്നും രക്ഷ നൽകുന്നതാണ്. നന്മയ്ക്ക് അവസരം നൽകുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്തിഗ്ഫാർ. ഹൃദയത്തിൽ മനസ്സിലാകാത്ത വിധം അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു നടക്കുന്നതിന്റെ ആവശ്യമില്ല. ഇസ്തിഗ്ഫാറിലൂടെ ഹൃദയത്തിന് ലാളിത്യവും വിനയവും ആവേശവും ഉണ്ടാകുന്നില്ല എങ്കിൽ, അള്ളാഹുവിനോടുള്ള ഭയവും ഭക്തിയും ഉണ്ടാകുന്നില്ല എങ്കിൽ അത് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. ഹൃദയത്തിൽ ആവേശമുണ്ടായിത്തീരണം. പറയുന്നു, ഓർത്തുകൊള്ളുക, അള്ളാഹുവിൽ എത്തിച്ചേരുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ്. തന്റെ ഭാഷയിൽ ഒരുപാട് ദുആ ചെയ്ത് അള്ളാഹുവിനോട് അപേക്ഷിക്കേണ്ടതാണ്. അതിലൂടെ ഹൃദയത്തിലും സ്വാധീനമുണ്ടാകുന്നതാണ്. ഭാഷയുടെ വ്യക്തത ഹൃദയത്തിന് സാക്ഷി പറയുന്നതാണ്. ഹൃദയത്തിൽ ആവേശം ജനിക്കുകയും അതോടൊപ്പം നാവും ഒന്നിക്കുമ്പോഴാണ്. അതാണ് നല്ല കാര്യം. ഹൃദയ സാന്നിധ്യമല്ലാതെ വെറും നാവിലൂടെ പുറപ്പെടുന്നതെല്ലാം മൂല്യഹീനമാണ്, യാതൊരു വിലയും ഉണ്ടാകില്ല. ഹൃദയത്തിലെ ദുആയാണ് യഥാർത്ഥ ദുആ. പരീക്ഷണത്തിന് മുമ്പ് മനുഷ്യൻ തന്റെ ഹൃദയ സാന്നിധ്യത്തോടെ അള്ളാഹുവിനോട് ദുആ ഇരക്കുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പിന്നെ കൃപാലുവായ അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ആ പരീക്ഷണം അകലുന്നതാണ്. ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ അപ്പോൾ ദുആ ചെയ്യുക എന്നതല്ല, അതിനു മുമ്പേ തന്നെ ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. പറയുന്നു, കരുണാമയനും കാരുണ്യവാനുമായ അള്ളാഹു ബുദ്ധിമുട്ട് അകറ്റുന്നതാണ്. എന്നാൽ പരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അകലപ്പെടുന്നതല്ല. പരീക്ഷണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യേണ്ടതാണ്. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ അള്ളാഹു പരീക്ഷണ സമയത്ത് രക്ഷ നൽകുന്നതാണ്. പറയുന്നത്, നമ്മുടെ ജമാഅത്തിന് ആവശ്യം ഏതെങ്കിലും വ്യത്യാസം പ്രദർശിപ്പിക്കുക എന്നതാണ്. വ്യത്യാസം ഉണ്ടായിരിക്കണം, പ്രത്യേകത ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി ബൈഅത്ത് ചെയ്തു പോകുന്നു, ഒരു വ്യത്യാസവും കാണിക്കുന്നില്ല.
തന്റെ ഭാര്യയോട് മുമ്പ് എപ്രകാരമായിരുന്നുവോ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. കുടുംബത്തിൽ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ പെരുമാറുന്നു. ഇത് നല്ല കാര്യമല്ല. ബൈഅത്തിന് ശേഷവും അതേ ദുഷ്പ്രവൃത്തിയും ദുസ്വഭാവം തന്നെയാണെങ്കിൽ, മറ്റുള്ള മുമ്പുള്ള അവസ്ഥ തന്നെ തുടരുന്നുവെങ്കിൽ പിന്നെ ബൈഅത്ത് ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ബൈഅത്ത് ചെയ്തതിനു ശേഷം അന്യർക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ഇങ്ങനെ പറയുന്ന വിധം മാതൃക പ്രദർശിപ്പിക്കുക, ഇയാൾ മുമ്പുള്ള ആളെയല്ല. പറയുന്നു, നല്ലതുപോലെ ഓർത്തുകൊള്ളുക, പരിശുദ്ധിയോടെ പ്രവർത്തിക്കുന്നതായാൽ മറ്റുള്ളവരിൽ ഒരു ഭയം ഉണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര വലിയ ഭയമാണ്, ഭയത്തിന്റെ ഉടമയായിരുന്നു. ഒരിക്കൽ അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപപ്രാർത്ഥന ചെയ്യുമെന്ന സംശയം ജനിച്ചു. എല്ലാ അവിശ്വാസികളും ഒത്തുചേർന്ന് വന്ന് പറഞ്ഞു, ഹുസൂർ, ശാപപ്രാർത്ഥന ചെയ്യരുത്. സത്യസന്ധരായ ആളുകളെ സംബന്ധിച്ചൊരു ഭയം തീർച്ചയായും ഉണ്ടാകുന്നതാണ്. അതിനായി പൂർണ്ണമായും പരിശുദ്ധതയോടെ കർമ്മങ്ങൾ ചെയ്യുക. അത് അള്ളാഹുവിനു വേണ്ടിയുള്ളതായിരിക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്വാധീനവും ഭയവും മറ്റുള്ളവരിൽ ഉണ്ടാകുന്നതാണ്. പറയുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിനും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനുമുള്ള കഴിവ് ഉണ്ടാക്കി എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ദിക്റുകളും ദുആകളും പ്രയോജനം പ്രദാനം ചെയ്യുന്നത് അതോടൊപ്പം കർമാവസ്ഥ ഉന്നതവും മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ്. ആളുകൾ പറയാറുണ്ട്, ചെറിയ വല്ല ദുആയും പറഞ്ഞു തന്നാലും ഞങ്ങളത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. ചെറിയ ദുആയും പ്രയോജനം നൽകുന്നത് നിർബന്ധ കാര്യങ്ങൾ അതോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. നമസ്കാരം നിർവഹിക്കുക, നമസ്കാരവും സമയത്ത് നിർവഹിക്കുകയും കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുക, ഒരു താല്പര്യത്തോടെ നിർവഹിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഈ ദിക്റുകളെല്ലാം ഉപകരിക്കുക. പിന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ വിവരിച്ചു. പറയുന്നു, ഇവിടെ ഭയപ്പെടേണ്ട കാര്യം തൗബ സ്വീകരിക്കുന്നവനാണവൻ. തൗബയുടെ അർത്ഥം തന്റെ പാപങ്ങളിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. എപ്പോഴാണ് മനുഷ്യൻ ഈ പ്രതിജ്ഞയോടെ അള്ളാഹുവിന്റെ സമക്ഷം ഹാജരാകുന്നത്? ഞാൻ ഭാവിയിൽ തെറ്റുകൾ ആവർത്തിക്കുകയില്ല, എപ്പോഴും തിന്മകളിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു ഈ ആവശ്യവും ഈ ഉദ്ദേശത്തോടെ തന്റെ അരികിലേക്ക് വരുന്ന വ്യക്തിയുടെ തൗബ സ്വീകരിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഈ വിഷയത്തെയും ഒരു സ്ഥലത്ത് വിവരിക്കുകയുണ്ടായി. പറയുന്നു, ജുമായേക്കാളും 2 പെരുന്നാളിനേക്കാളും ഉത്തമമായ ദിവസം അത് ഏത് ദിവസമാണ്? ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ആ ദിവസം മനുഷ്യൻ തൗബ ചെയ്യുന്ന ദിവസമാകുന്നു. അത് ഇതിനെല്ലാത്തിനേക്കാളും ഉത്തമമാണ്, എല്ലാ ഈദിനേക്കാളും മുന്തിയതാണ്. കാരണം മനുഷ്യനെ നരകത്തിന് സമീപത്തേക്ക് എത്തിക്കുകയും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവകോപത്തിന് കീഴ്പ്പെട്ടു പോകുന്ന സാഹചര്യമൊരുക്കുന്ന തിന്മയെ ശുദ്ധീകരിക്കുന്നതുമായ ദിവസമാകുന്നു. അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന് പെരുന്നാളിനേക്കാളും സന്തോഷത്തെക്കാളും മറ്റു ഉയർന്ന ഏത് ദിവസത്തെക്കാളും അവനെ നാശത്തിന്റെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവീയ കോപത്തിൽ നിന്നും മോശം പ്രദാനം ചെയ്യുന്ന ഈ ദിവസത്തെക്കാൾ ഉത്തമമായത് മറ്റേതാണ്. തൗബ ചെയ്യുന്ന പാപി മുമ്പ് ദൈവത്തിൽ നിന്ന് വിദൂരതയിലും ദൈവീയ കോപത്തിന് ഇരയുമായിരുന്നു. ഇപ്പോൾ അവന്റെ അനുഗ്രഹത്താൽ അവന്റെ സാമീപ്യം കരസ്ഥമാക്കുകയും നരകത്തിൽ നിന്നും കോപത്തിൽ നിന്നും വിദൂരപ്പെടുന്നതാണ്. ഏതുപോലെ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹു യുഹിബ്ബുൽ തവ്വാബീന വയുഹിബ്ബുൽ മുതതഖിരീൻ. തീർച്ചയായും അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരും അവരിത്രങ്ങളാക്കി വെക്കുന്നതാണ്. പരിശുദ്ധി ആർജിക്കുന്നവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ ആയത്തിൽ നിന്ന് ഇത് മാത്രമല്ല മനസ്സിലാകുന്നത്, തൗബ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് ഈ കാര്യവും മനസ്സിലാകുന്നു, യഥാർത്ഥ തൗബയോടൊപ്പം യഥാർത്ഥ പരിശുദ്ധതയും പവിത്രതയും നിബന്ധനയാകുന്നു. യഥാർത്ഥ തൗബ എന്നത് അതിനോടൊപ്പം യഥാർത്ഥ പരിശുദ്ധിയുടെ വിചാരവും മനുഷ്യനിൽ കുടിയിരുത്തേണ്ടതാണ്. അതായത്, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല. ഇതുണ്ടാകുമ്പോഴാണ്, പരിശുദ്ധിയും പവിത്രതയും ഉണ്ടാകുമ്പോഴാണ് ഈ തൗബയും സ്വീകരിക്കപ്പെടുന്നത്. പറയുന്ന എല്ലാ തരത്തിലുള്ള മാലിന്യത്തിൽ നിന്നും വൃത്തിശൂന്യതയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് നിബന്ധനയാകുന്നു. അല്ലെങ്കിൽ വാക്കുകളിൽ ചുരുങ്ങിയ തൗബ യാതൊരു പ്രയോജനവും എത്തിക്കുകയില്ല. അതിനാൽ ആ ദിവസം മനുഷ്യൻ തന്റെ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യുകയും അള്ളാഹുവുമായി സത്യത്തിൽ നിലനിൽക്കുന്ന പ്രതിജ്ഞ ചെയ്യുകയും അവന്റെ കൽപ്പനകൾക്ക് മുന്നിൽ തന്റെ ശിരസ് നമിക്കുകയും ചെയ്യുമ്പോൾ മറഞ്ഞിരിക്കുന്ന ആ ശിക്ഷ, അവന്റെ ദുഷ്ചെയ്തികളുടെ പ്രതിപ്രവർത്തനം എന്ന നിലയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്ന ശിക്ഷ മാറ്റപ്പെടും എന്നതിൽ എന്ത് സംശയമാണ് ഉണ്ടാകുക? ഇത്തരത്തിൽ അവനിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന കാര്യങ്ങൾക്ക് അവൻ അവകാശിയായിത്തീരുന്നു. പറയുന്നു, സ്വയം നിങ്ങൾക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതാണ്.
ഒരു മനുഷ്യൻ എന്തെങ്കിലും കരസ്ഥമാക്കുന്നതിൽ തീർത്തും നിരാശനായി തീരുകയും നിരാശയിലും ആശയറ്റ അവസ്ഥയിലും അവൻ തന്റെ ലക്ഷ്യം കരസ്ഥമാക്കുകയാണെങ്കിൽ അവൻ എത്രമാത്രം സന്തോഷം അതുമൂലം ഉണ്ടാകുന്നതാണ്. അവന്റെ ഹൃദയം നവമായ ഒരു ജീവിതത്തെ അനുഭവിച്ചറിയുന്നതാണ്. ഈ കാരണത്താലാണ് ഹദീസിൽ ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്നത്. ഹദീസിലൂടെയും മുമ്പ് ഉള്ള ഗ്രന്ഥങ്ങളിലൂടെയും ഈ കാര്യമാണ് മനസ്സിലാകുന്നത്. അതായത് മനുഷ്യൻ പാപത്തിന്റെ മരണത്തിൽ നിന്ന് പുറത്തുവന്ന് തൗബയിലൂടെ പുതുജീവൻ കരസ്ഥമാക്കുമ്പോൾ അള്ളാഹു അവന്റെ ജീവിതത്തിൽ സന്തോഷിക്കുന്നതാണ്. തീർച്ചയായും ഇത് സന്തോഷത്തിന്റെ കാര്യം തന്നെയാണ്. പാപത്താൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ എല്ലാവിധ ആപത്തിനും നാശത്തിനും സമീപത്തായിരിക്കുകയും ദൈവിക കോപം അവനെ വിഴുങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ അവൻ പെട്ടെന്ന് അത് നാശത്തിനും കാരണമായി തീരുന്ന തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തൗബ ചെയ്ത് അള്ളാഹുലേക്ക് വരുമ്പോൾ അത് അള്ളാഹു സന്തോഷിക്കുന്ന സുദീനമാകുന്നു. ആ സമയത്ത് ആകാശത്തുള്ള മലക്കളും സന്തോഷിക്കുന്നതാണ്. കാരണം അള്ളാഹു തന്റെ ഏതെങ്കിലും ദാസൻ നശിച്ചു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ ദാസനിൽ നിന്ന് വല്ല തിന്മയോ ബലഹീനതയോ ഉണ്ടായാൽ അവൻ തൗബ ചെയ്ത് സമാധാനത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, മനുഷ്യൻ തന്റെ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുന്ന സുദിനം അത് വളരെ അനുഗ്രഹീതമായ ദിവസമാകുന്നു. എല്ലാ ദിവസത്തെക്കാളും ശ്രേഷ്ഠമാകുന്നു. കാരണം അവനൊരു പുതിയ ജീവിതം ലഭിക്കുന്നതാണ്, അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. അതിനാൽ ഈ ദിവസം നിങ്ങളിൽ ഒരുപാട് പേർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ബൈഅത്ത് ചെയ്ത ദിവസം ഞാൻ മുമ്പുള്ള എല്ലാ തിന്മകളിൽ നിന്നും തൗബ ചെയ്യുന്നു. ഇതിനെ തുടർന്ന് എന്റെ ശക്തിയുടെയും ഗ്രാഹ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഏതൊരു വ്യക്തിയാണ് തന്റെ ഹൃദയം കൊണ്ട് തൗബ ചെയ്തത്, ശുദ്ധ ഹൃദയത്തോടെ തൗബ ചെയ്തത്, കഴിഞ്ഞുപോയ തിന്മകളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. വത്തായിബു മിനസ് ദംബി വലാ ദംബലഹു എന്നതിന്റെ കീഴിൽ വരുന്നതാണ്. അതായത് അവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് വന്നെത്തുന്നു. എന്നാൽ ഞാൻ വീണ്ടും പറയുകയാണ്, അതിനുവേണ്ടിയുള്ള നിബന്ധന യഥാർത്ഥ പരിശുദ്ധിയിലേക്കും യഥാർത്ഥ പവിത്രതയിലേക്കും ചുവടുകൾ ഉയർത്തിവെക്കുക എന്നതാണ്. അതൊരിക്കലും വാക്കുകൾ കൊണ്ടുള്ള തൗബ ആയിരിക്കരുത്, മറിച്ച് കർമ്മത്തിന്റെ കീഴിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആരുടെയെങ്കിലും തെറ്റ് മാപ്പാക്കി എന്നത് നിസ്സാരമായ കാര്യമല്ല, മറിച്ച് അതിമഹത്തരമായ കാര്യമാകുന്നു. പറയുന്നു, നോക്കുക, മനുഷ്യരിൽ ആരെങ്കിലും തെറ്റോ കുറ്റമോ ചെയ്യുന്ന പക്ഷം ചില അവസരങ്ങളിൽ അതിന്റെ പക തലമുറകൾക്ക് കൈമാറുന്നതാണ്. ആ മനുഷ്യൻ തലമുറകൾക്ക് ശേഷം തലമുറകളിൽ അവസരം പാർത്തിരിക്കുന്നതാണ്. അതായത് അവസരം ലഭിച്ചാൽ പക വീട്ടുന്നതാണ്. എന്നാൽ അള്ളാഹു അത്യധികം കാരുണ്യവാനും കരുണാമയനുമാകുന്നു. മനുഷ്യനെ പോലെ ഒരു തെറ്റിനു ശേഷം പല തലമുറകളെ പിന്തുടരുന്ന കഠിനഹൃദയനല്ല, നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ കൃപാലുവും കരുണാമയനുമായ ദൈവം 70 വർഷം പഴക്കമുള്ള തിന്മകൾ പോലും ഒരു വാക്ക് മൂലം ഒരു നിമിഷം കൊണ്ട് പുറത്തു നൽകുന്നതാണ്. അവൻ മാപ്പ് നൽകുന്നത് യാതൊരു പ്രയോജനവും നൽകിയില്ല എന്ന് ധരിച്ചു വെക്കരുത്. എന്നാൽ യഥാർത്ഥത്തിൽ അവന്റെ പാപവറുതി അനുഗ്രഹദായകവും പ്രയോജനഭരിതവുമാണ്. അതിനെ സത്യഹൃദയത്തോടുകൂടി തൗബ ചെയ്യുന്നവർ അനുഭവിച്ചു മനസ്സിലാക്കുന്നു. ഇതാണ് യഥാർത്ഥ തൗബ. പിന്നെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനം അതുണ്ടാകുന്നു. അതില്ലെങ്കിൽ അള്ളാഹു പറയുന്നു, ഇതും ഓർത്തുകൊള്ളുക, അവൻ ഷദീദുൽ ഇഖാബ് കൂടിയാണ്. അതായത് മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനകളെ വിലമതിക്കാതിരുന്നാൽ അവൻ കഠിനമായ ശിക്ഷയും നൽകുന്നതാണ്. അവിടുന്ന് പറയുന്നു, ജിൽ തോലാണ്, ഒരുപാട് നൽകുന്നവനാണ്, പ്രയോജനം എത്തിക്കുന്നതിനെ അങ്ങേയറ്റത്തെത്തിക്കുന്നതാണ്. അവൻ നൽകുന്നതിൽ യാതൊരു പരിധിയുമില്ല. കാരണം അവന്റെ അടുക്കൽ ശക്തിയുണ്ട്, എല്ലാം തന്നെ നൽകുവാൻ സാധിക്കുന്നതാണ്. കാരണം പരിധിയില്ലാത്ത ഖജനാവ് അവന്റേതാണ്. അള്ളാഹു പറയുന്നു, എന്റെ ഈ സിഫത്തുകൾ ഓർമ്മകളിൽ സൂക്ഷിക്കുക, തീർച്ചയായും നിങ്ങൾ അനുഗ്രഹം നേടിയെടുക്കുന്നവരാകുന്നതാണ്. അവനല്ലാതെ മറ്റൊന്നും തന്നെ ഇത്ര ശക്തിയുമില്ല. നമുക്ക് ഈ ലോകത്തും മരണത്തിന് ശേഷവും അവന്റെ സമീപത്തേക്ക് പോകേണ്ടി വരുന്നതാണ്. ഈ വിചാരം അവസാനമടക്കം അള്ളാഹുവിലേക്കാണ് ഉണ്ടാകുന്നിടത്തോളം നന്മ ചെയ്യുന്നതിലും അവന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്കും ശ്രദ്ധമായി തീരുന്നതാണ്. ഈ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സംരക്ഷണവും നൽകുന്നതാണ്. രണ്ടാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ ഇതിലേക്കും ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. അത് ആയത്തുൽ കുർസിയെ കുറിച്ചാണ്.
ഹദീസിൽ അതിന്റെ വിവരണം ലഭിക്കുന്നതാണ്. ഹദരത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുളി ചെയ്തു, എല്ലാ വസ്തുക്കൾക്കും ഒരു കേന്ദ്ര ബിന്ദുവുണ്ട്. വിശുദ്ധ ഖുർആന്റെ കേന്ദ്ര ബിന്ദു അതായത് സൂറ ഫാത്തിഹയാണ്. അതിലൊരു ആയത്ത് എല്ലാ ആയത്തുകളുടെയും നേതാവാണ്. അത് ആയത്തുൽ കുർസിയാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. അവനാണ് എല്ലാ ജീവികളുടെയും ജീവൻ, എല്ലാ അസ്തിത്വത്തിന്റെയും ആശ്രയവും അവനാകുന്നു. ഈ ആയത്തിന്റെ വാക്കർത്ഥം ഇതാകുന്നു: ജീവനുള്ള ദൈവം എന്നെന്നും നിലനിൽക്കുന്ന ദൈവം അവനാണ്. അവന് മാത്രമാണ് ജീവനുള്ളത്, അവൻ മാത്രമാണ് നിലനിൽക്കുന്നത്. ഇതിൽ നിന്ന് കാര്യം വ്യക്തമാണ്, അവനെ കൂടാതെ ഒരു മനുഷ്യനും ജീവനോടെ നിലനിൽക്കുകയില്ല. അവന്റെ ജീവനിലൂടെയാണ് മറ്റുള്ളത് ജീവിച്ചിരിക്കുന്നത്. ഏതൊന്നാണ് ആകാശത്തും ഭൂമിയിലും നിലനിൽക്കുന്നത്, അവന്റെ അസ്തിത്വത്തിലൂടെയാണ് അവയെല്ലാം നിലനിൽക്കുന്നത്. കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്റെ 2 നാമങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്: അൽ ഹയ്യും അൽ ഖയ്യൂം. ഹൈ എന്നതിന്റെ അർത്ഥം സ്വയം ജീവിച്ചിരിക്കുകയും മറ്റുള്ളവർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നവൻ. ഖയ്യൂം എന്നാൽ സ്വയം നിലനിൽക്കുകയും മറ്റുള്ളവരുടെ നിലനിൽപ്പിന്റെ യഥാർത്ഥ കാരണവും. ഓരോ വസ്തുക്കളുടെയും പ്രത്യക്ഷവും പരോക്ഷവുമായ നിലനിൽപ്പും ജീവിതവും ഈ 2 ഗുണങ്ങളുടെയും മാധ്യമത്തിലൂടെയാണ്. അതിനാൽ ഹൈ എന്ന പദം ഉദ്ദേശിക്കുന്നത് അവനെ ആരാധിക്കുക എന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹയ്യുൽ ഖയ്യൂം എന്നതിൽ ഹൈ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ ആരാധിക്കുക എന്നതാണ്. ഇതിന്റെ സദൃശ രൂപം സൂറ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു എന്നാണ്. ഖയ്യൂം ഉദ്ദേശിക്കുന്നത് അവനോട് സഹായമർത്ഥിക്കുക എന്നതാണ്. ഇതിനെ ഇയ്യാക നസ്തഈൻ എന്ന പദത്തിലൂടെ നിർവഹിക്കപ്പെടുന്നു. ആത്മീയമായ നിലയിൽ ജീവിക്കുന്നതിനായി ഹൈ എന്ന സിഫത്തിലൂടെ പ്രയോജനം നേടുന്നതിനായി അവനെ ആരാധിക്കേണ്ടത് നിർബന്ധമാകുന്നു. ഇബാദത്തിന് വേണ്ടി സഹായത്തിന്റെ ആവശ്യമുണ്ട്. അള്ളാഹു നമുക്ക് ഇബാദത്ത് ചെയ്യുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പറയുന്നു, ഹൈ എന്ന പദം ഇബാദത്തിനെ ആവശ്യപ്പെടുന്നു. അവൻ സൃഷ്ടിച്ചതിന് ശേഷം ഉപേക്ഷിച്ചു കളഞ്ഞില്ല. ഏതുപോലെ ഉദാഹരണത്തിന് കെട്ടിട നിർമ്മാതാവ് ഒരു കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം അയാൾ മരിക്കുന്നത് മൂലം ആ കെട്ടിടത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു, ആ ബിൽഡിംഗ് നിർവഹിച്ച വ്യക്തി മരിച്ചാൽ അത് ആ ബിൽഡിംഗിൽ യാതൊരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. എന്നാൽ മനുഷ്യന് അല്ലാഹുവിന്റെ ആവശ്യമുണ്ട്, എല്ലാ അവസ്ഥയിലും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ പിന്തുണ മനുഷ്യന് ആവശ്യമായിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിനോട് ശക്തി ചോദിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നു. ഇതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാറിന്റെ വിഷയം വളരെ വിശദമായി മുമ്പേ വിവരിച്ചിരുന്നു കഴിഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വെളിച്ചം തുടർന്നു കൊണ്ടിരിക്കുന്നതിനായി ഇസ്തിഗ്ഫാറിന്റെ ആവശ്യമുണ്ട്. ഇസ്തിഗ്ഫാർ ആരാധനയാണ്. അതിലൂടെ ആരാധനയുടെ കടമ പൂർത്തിയാകുന്നതാണ്. പിന്നെ ആയത്തുൽ കുർസിയിലെ ഷിഫാഅത്ത് എന്ന വിഷയം വിവരിച്ചുകൊണ്ട് അതിൽ ഈ വിഷയം വിവരിച്ചു: ഏതൊരു മനുഷ്യനും മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായാൽ അതും ഒരു തരത്തിലുള്ള ഷിഫാഅത്താകുന്നു. ഇതൊരു വിശ്വാസിയുടെ ഗുണമായിരിക്കേണ്ടതാണ്. എപ്പോഴും അവനത് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ ഒരു ഷിഫാഅത്തും ഉണ്ടാകുകയില്ല. അള്ളാഹു അത് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഷിഫാഅത്തിന്റെ അർത്ഥം ഇതാണ്: ഒരു വ്യക്തി തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക. ആ ഉദ്ദേശം അവന് കരസ്ഥമാകുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വല്ല ആപത്ത് മാറിപ്പോകുന്നതിന് വേണ്ടിയോ ചെയ്യുക. അതായത് ഏത് ഉദ്യോഗത്തിനാണോ അല്ലെ ദുആക്ക് വേണ്ടി പറയുന്നത്, ദുആ ചെയ്യുമ്പോൾ ആ ഉദ്ദേശം പൂർത്തിയാകുക. ബുദ്ധിമുട്ടും പ്രയാസവും ആണെങ്കിൽ അത് മാറിപ്പോവുക. പറയുന്നു, വിശുദ്ധ ഖുർആനിലെ കൽപ്പനയാണ്: ഏതൊരു വ്യക്തിയാണ് അള്ളാഹുവിന് മുമ്പിൽ അധികമായി കുനിയുന്നത്, അവർ തന്റെ ബലഹീനരായ സഹോദരങ്ങൾക്കായി ദുആ ചെയ്യുക, അവർക്കും ആ സ്ഥാനം കരഗതമാകുന്നതിന് വേണ്ടി. ഇതാണ് ഷിഫാഅത്തിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം നമ്മുടെ സഹോദരങ്ങൾക്ക് തീർച്ചയായും ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്ക് ശക്തി നൽകുമാറാകട്ടെ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ. ഇത് സഹാനുഭൂതിയുടെ ഒരു വിഭാഗമാകുന്നു. പിന്നീട് അവിടുന്ന് പറയുന്നു, എല്ലാ മനുഷ്യരും ഒരു ശരീരം പോലെയാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മെ പലവരും പഠിപ്പിച്ചു, ഷിഫാഅത്ത് സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന്റെ ജോലിയാണ്. എന്നാൽ നിങ്ങൾ തന്റെ സഹോദരങ്ങൾക്കായി ഷിഫാഅത്തിൽ, അതായത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിൽ മുഴുകുക. ഷിഫാഅത്തിൽ, അതായത് സഹാനുഭൂതി നിറഞ്ഞ ദുആയിൽ പുറത്തു വരാതിരിക്കുക. നിങ്ങൾക്ക് പരസ്പരമുള്ള അവകാശമാകുന്നു. പരസ്പരം ദുആ ചെയ്യുക എന്നത് പരസ്പരമുള്ള അവകാശമാകുന്നു. യഥാർത്ഥത്തിൽ ഷിഫാഅത്ത് എന്ന പദം ഷഫ എന്നതിലാണ് ഉണ്ടായിട്ടുള്ളത്. ഷിഫ ജുഫ് എന്ന് പറയപ്പെടുന്നു. അതായത് ഇണക്കി പറയുന്ന പേരാണ്.
മനുഷ്യനെ ഷഫീ എന്ന് പറയപ്പെടുന്നു. പരിപൂർണമായ സഹാനുഭൂതിയോടെ മറ്റുള്ളവരുമായി ഒന്നായി തീർന്നുകൊണ്ട് അതിൽ മുഴുകി ചേരുക. തന്റെ ജീവന് വേണ്ടി ആഫിയത്ത് ചോദിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുക. ഓർക്കുക, ഒരു വ്യക്തിയുടെയും ദീൻ പൂർണ്ണമാകുകയില്ല ഏതുവരെ ഷിഫാഅത്തിന്റെ രൂപത്തിൽ സഹാനുഭൂതി അവനിൽ ഉണ്ടായിത്തീരുന്നില്ലയോ. ഉന്നതമായ സഹാനുഭൂതി മറ്റുള്ളവർക്കായി ഉണ്ടായിത്തീരേണ്ടതാണ്. പറയുന്നു, മറിച്ച് ദീനിന്റെ പരിപൂർണമായ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുക, രണ്ടാമത് മനുഷ്യകുലത്തിനോട് അവരുടെ പ്രയാസത്തെ സ്വന്തം പ്രയാസമായി കാണുന്ന തരത്തിൽ അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതിനെ മറ്റൊരു തരത്തിൽ ഷിഫാഅത്ത് എന്ന് പറയുന്നു. ഈ ഒരു വിഷയമാണ്. ഇക്കാര്യം ആയത്തുൽ കുർസി ഓതുന്ന സന്ദർഭത്തിൽ നാം മുന്നിൽ വെക്കേണ്ടതാണ്. അപ്പോൾ മനുഷ്യകുലത്തിനായി സഹാനുഭൂതിയുടെ വികാരം വർദ്ധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് ഓതാനുള്ള നിർദ്ദേശം നമുക്ക് നൽകിയപ്പോൾ അതിൽ വിശ്വാസികളുടെ സഹാനുഭൂതി നിറഞ്ഞ പരസ്പരമുള്ള ബന്ധമുണ്ടാകുന്നതിനായും പ്രത്യേകമായ നിർദ്ദേശം അടങ്ങിയിരിക്കുന്നു. മനുഷ്യകുലത്തിനെ കുറിച്ചുള്ള ശ്രദ്ധ ഹൃദയത്തിൽ ഉണ്ടാവുകയും വേണം. അതായത് എല്ലാവരോടുമായും സഹാനുഭൂതിയുടെ വികാരം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഇന്നുള്ള മുസ്ലിങ്ങൾ പരസ്പരം രക്തദാഹികളായി കൊണ്ടിരിക്കുകയാണ്. ഖുർആനും ഹദീസും അനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഇതും ഓർമ്മ വെക്കേണ്ടതാണ്. യഥാർത്ഥ ശിഫാഅത്തിനുള്ള അവകാശം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യം നാം അങ്ങയുടെ ജീവിതത്തിലൂടെ കാണുകയുണ്ടായി. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, ലോകത്ത് ഷിഫാഅത്തിന്റെ മാതൃക പ്രദർശിപ്പിക്കുന്നത് അയാളാണ് ആഖിറത്തിന്റെ ഷഫീ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പരലോകത്തും ഷഫീ ആയിരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ശുപാർശ ചെയ്യുന്നതാണ്. ലോകത്ത് ഷിഫാഅത്തിന്റെ മാതൃക കാണിച്ച വ്യക്തിയാണ് ഷഫീ എന്ന് കണക്കാക്കപ്പെടുക. അതുകൊണ്ട് ഈ നിലവാരത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നാം മൂസയിൽ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അദ്ദേഹവും ഷഫീ ആയി കാണപ്പെടുന്നതാണ്. കാരണം പലപ്പോഴും അവതരിക്കേണ്ടിയിരുന്ന ശിക്ഷയെ ദുആയിലൂടെ അദ്ദേഹം അകറ്റിക്കളഞ്ഞു. ഇതിന് തൗറാത്ത് സാക്ഷിയാണ്. ഇതുപോലെ നാം ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അദ്ദേഹം ഷഫീ എന്നത് അജല ബദിഹിയാത്ത് ആയിരുന്നു മനസ്സിലാക്കുന്നതാണ്. അതായത് പരിശുദ്ധവും പൂർണ്ണമായി കാണപ്പെടുന്നതാണ്. കാരണം അങ്ങയുടെ ഈ ഷിഫാഅത്തിന്റെ സ്വാധീനമായിരുന്നു അവിടുന്ന് ദരിദ്രരായ സഹാബത്തിനെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാക്കി. അങ്ങയുടെ ഷിഫാഅത്തിന്റെ സ്വാധീനമായിരുന്നു അവർ വിഗ്രഹാരാധനയിലും ശിർക്കിലും വീണുകിടന്നിട്ടും ഒരു കാലത്തും ലഭിക്കാത്ത ആത്മീയ പരിശുദ്ധി കൈവരിച്ചവരായി അവർ മാറി. ഇതും അങ്ങയുടെ ഷിഫാഅത്തിന്റെ തന്നെ സ്വാധീനമാണ്. ഇതുവരെ അങ്ങയെ അനുഗമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സത്യപൂർണമായ വെളിപാടുകൾ ലഭിക്കുന്നു. അള്ളാഹു അവരോട് സംസാരിക്കുന്നു. എന്നാൽ മസീഹ് ഇബ്നു മറിയമത്തിൽ നിന്ന് ഈ എല്ലാ തെളിവുകളും എവിടെ നിന്ന് ലഭിക്കാനാണ്? പറയുന്നു, നമ്മുടെ സയ്യിദും മൗലയുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷിഫാഅത്തിന് ഇതിനേക്കാൾ ഉന്നതവും ഉജ്ജ്വലവുമായ ഒരു സാക്ഷ്യം എന്തു വേണം? നാം ആ മഹാത്മാവിന്റെ കാരണത്താൽ ഏതൊന്ന് ദൈവത്തിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്നുവോ അത് നമ്മുടെ ശത്രുവിന് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ എതിരാളികൾ ഈ പരീക്ഷണത്തിലേക്ക് വരുന്ന പക്ഷം കുറച്ചു ദിവസത്തിനകം തീരുമാനമുണ്ടാവുന്നതാണ്. പിന്നെ ആയത്തുൽ കുർസിയുടെ അവസാനത്തിൽ രണ്ട് സിഫത്തുകൾ വിവരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അലീം, ഉന്നത പ്രതാപവാനും, അതിനും ഉന്നതമായ പ്രതാപം ആർക്കും തന്നെയില്ല. അവൻ തന്നെയാണ് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഉടമസ്ഥൻ. അവൻ അലീമാകുന്നു. അവന്റെ പ്രതാപത്തിന്റെയും മഹനീയതയുടെയും ഉന്നതിയുടെയും സ്ഥാനത്ത് ആർക്കും തന്നെ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അവന്റെ ഉന്നതി എല്ലാ വസ്തുക്കളിലും വലയം ചെയ്തിരിക്കുന്നതാണ്. ഒരു വസ്തുവും അവന്റെ വലയത്തിൽ നിന്ന് പരിധിയിൽ നിന്നും പുറത്തു പോകുകയില്ല. അവന്റെ അലി എന്നത് ഗുണം ഉന്നതമാണ്. അവൻ അലീം ആകുക എന്നത് അവന്റെ പ്രതാപത്തിലും ഉന്നതിയിലും ആർക്കും എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതാണ് അലീം എന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അലീം എന്നാൽ എല്ലാ വസ്തുക്കളെയും വലയം ചെയ്യുക എന്നും ഇതിനർത്ഥമുണ്ട്. ഒരു വസ്തുവും അവന്റെ പരിധിക്ക് വെളിയിലല്ല. അതായത് അവന്റെ പ്രതാപത്തിന്റെ ഉന്നതി വലയം ചെയ്തിരിക്കുന്നു. ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിന് വിശദീകരണം നൽകിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, അള്ളാഹുവിന്റെ ഇരിപ്പിടത്തെക്കുറിച്ചുള്ള ആയത്ത് ഇതാണ്: വസിയ കുർസിയുസ് സമാവാതി വൽ അർള
വലാ യഹൂദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. അതായത് അള്ളാഹുവിന്റെ ഇരിപ്പിടത്തിനുള്ളിൽ എല്ലാ ഭൂമിയും ആകാശവും കുടികൊള്ളുന്നു. അത് അവൻ അതെല്ലാം എല്ലാം ഉയർത്തിയിരിക്കുകയാണ്. അതിനെ ഉയർത്തുന്നത് മൂലം അവൻ ക്ഷീണിക്കുകയില്ല. അവൻ അങ്ങേയറ്റം ഉന്നതനാണ്. ഒരു ബുദ്ധിയും അവന്റെ അറ്റത്ത് പോലും എത്തുകയില്ല. അങ്ങേയറ്റം ഉയർന്നതാണ്. അവന്റെ പ്രതാപത്തിന്റെ മുന്നിൽ എല്ലാ വസ്തുക്കളും മൂല്യഹീനമാണ്. ഇതാണ് അവന്റെ സിംഹാസനത്തിന്റെ വിവരണം. ഇത് വെറും ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അതിലൂടെ ആകാശഭൂമിയിലുള്ള എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്നതിൽ ശങ്കാശീലനാകുന്നത് അനുവദനീയമാണ്. അതിനാൽ അതിൽ നിന്നെല്ലാം അവന്റെ സ്ഥാനം ഉന്നതിയിലാണ്. അവന്റെ പ്രതാപം യാതൊരു അറ്റവുമില്ലാതെ നീണ്ടുകിടക്കുന്നു. ഈ ഉന്നതനായ ദൈവമാണ്. അവന്റെ പ്രതാപത്തെ യാതൊരു വ്യത്യാസമുണ്ടാക്കിയില്ല. അവന്റെ പരിധി നിർണയിക്കപ്പെടാവുന്നതല്ല. അവൻ എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു. അതിൽ യാതൊരു പരിധിയുമില്ല. എല്ലാ വസ്തുക്കളും അവന്റെ പരിധിക്കുള്ളിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അവൻ നിയന്ത്രിക്കുന്നു. ഈ കാര്യങ്ങളുടെ ഗ്രാഹ്യം മനുഷ്യനുണ്ടാകുമ്പോൾ, ഈ കാര്യം മനസ്സിലാക്കിയ മനുഷ്യൻ ഈ ആയത്ത് ഓതുമ്പോഴാണ് അള്ളാഹുവിന്റെ മടിത്തട്ടിൽ എത്തിച്ചേരുന്നത്, അവന്റെ സംരക്ഷണത്തിലായിത്തീരുന്നത്. മനുഷ്യൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ എത്തിച്ചേർന്നാൽ, മനുഷ്യൻ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ, പിന്നെ അള്ളാഹുവിനോട് ഉള്ള കടമയും സൃഷ്ടികളോട് ഉള്ള കടമയും നിർവഹിക്കുന്നതിലേക്ക് മനുഷ്യൻ ശ്രമിക്കേണ്ടത് തന്നെയാണ്. ഈ കടമ നിർവഹിക്കപ്പെടുമ്പോൾ അള്ളാഹു സ്വയം സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയമാണ് നാം നമ്മുടെ മുന്നിൽ വെച്ച് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം നൽകിയ ആയത്തുകൾ പാരായണം ചെയ്യേണ്ടത്. അള്ളാഹു ഇതുമൂലം സംരക്ഷണം നൽകുന്നതാണ്. ഇത് വെറും പാരായണം ചെയ്യുക മാത്രമല്ല, അതിന്റെ വിഷയത്തിൽ അതീവ ശ്രദ്ധ നൽകി അതിനെ സ്വന്തമാക്കുന്നതിന്റെയും ആവശ്യമുണ്ട്. ഈ ആയത്തുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഖുർആന്റെ വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ വിശദീകരണം നൽകിയതായ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം തുറന്ന് നമ്മുടെ മുന്നിൽ വെച്ചതും അതിന്റെ ഗ്രാഹ്യം നാം ഉണ്ടാക്കുക. ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മനുഷ്യനും അവന്റെ രക്ഷയിൽ വരുന്നതാണ്. അള്ളാഹു നമുക്ക് ഇതനുസരിച്ച് ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാസ ഗായിബ് ഇന്നും നിർവഹിക്കുന്നതാണ്. അത് ആബിദ ബേഗം സാഹിബ അബ്ദുൽ ഖാദർ സാഹിബ് ഡയറിയുടെ ഭാര്യയാണ്. ഇവർ നവാബ് ഷായിൽ താമസിക്കുന്നവരാണ്. 22 ജനുവരി 75-ാമത്തെ വയസ്സിൽ ഇവരുടെ വഫാത്ത് സംഭവിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ പിതാവിന്റെ പേര് നാസിം മുൻഖാൻ ഖാൻ എന്നായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ചീഫ് കമ്മീഷണറായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു. കറാച്ചിയിലേക്കായി പിന്നീട്. എന്നാൽ അഹമ്മദിയായിരുന്നില്ല. ആബിദ ബേഗം സാഹിബയുടെ മാതാവ് അഹമ്മദിയായിരുന്നു. അവരുടെ സന്താനങ്ങളിൽ നിന്ന് ഈ ആബിദ ബേഗം അഹമ്മദിയായി. 1963 ഇവർ ബൈഅത്ത് ചെയ്തു. അതിനുശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വസിയത്തും ചെയ്തു. ഖലീഫത്തുൽ മസീഹ് സാലിസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഇവരുടെ വിവാഹം പ്രൊഫസർ അബ്ദുൽ ഖാദർ സാഹിബ് ഡയറിയുമായി നടത്തി. ഇവർക്ക് 5 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. നവാബ് ഷാ പട്ടണത്തിലെ സദർ ലജനയായിരുന്നു. പിന്നെ നീണ്ടകാലം സദർ ലജന ജില്ല നവാബ് ഷാ ആയിരുന്നു. ഒരുപാട് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. സദറായിരുന്നപ്പോൾ ലജനകളുമായി പരിപൂർണ ബന്ധം വെച്ച് പുലർത്തി. മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിനും ജില്ലയിൽ പര്യടനം നടത്തുന്നതിനും വിദൂര സ്ഥലങ്ങളിലെല്ലാം ഇവർ പര്യടനം നടത്തുകയുണ്ടായി. ഉന്നത കുടുംബമായി ബന്ധമായിരുന്നു. എന്നാലും അങ്ങേയറ്റം വിനയത്തോടെ പെരുമാറിയിരുന്നു. ബലഹീനരെയും പാവപ്പെട്ടവരെയും സഹായിച്ചിരുന്നു. പാവപ്പെട്ട ബലഹീനരായ അഹമ്മദികളുടെ വീടുകൾ സന്ദർശനം നടത്തിയിരുന്നു. തബ്ലീഗിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. നവാബ് ഷാ ഏകദേശം 17 സ്ത്രീകളെ തബ്ലീഗ് ചെയ്ത് ഇവർ ബൈഅത്ത് ചെയ്യിപ്പിച്ചു. വീടിനടുത്തുള്ള കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. കുട്ടികൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസം നൽകി. അങ്ങേയറ്റം സ്വാത്വികയും ധൈര്യവതിയും ലാളിത്യത്തിന് ഉടമയുമായിരുന്നു. ആത്മാർത്ഥതയും കൂറും പുലർത്തിയിരുന്ന വനിതയായിരുന്നു. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇവരുടെ മകൻ എഴുതുന്നു, ഖലീഫത്തുൽ മസീന്റെ നിർദ്ദേശം എല്ലാ കാര്യത്തിലും നേടിയെടുക്കുന്നതിന് ശ്രമിച്ചിരുന്നു. ഏതുവരെ
2 വർഷം മുമ്പ് ശക്തമായ രോഗമുണ്ടായി, കാലിന് മുറിവുണ്ടായി, ഷുഗർ കാരണം കാല് മുറിക്കേണ്ടതായി വന്നു. ഏതുവരെ കാലത്തിന്റെ ഖലീഫ അനുവാദം നൽകുന്നില്ലയോ അതുവരെ ഞാൻ ഓപ്പറേഷൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഒരുപാട് ദിവസം അതിനായി കാത്തിരുന്നു. അനുവാദം ലഭിച്ചതിന് ശേഷം പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബൈഅത്ത് ചെയ്തതിനു ശേഷം ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി ഇവരുടെ ഈമാനിലുള്ള ദൃഢത, അതിന്റെ അവസ്ഥ എന്തെന്നാൽ ഇവരും ഇവരുടെ മാതാവ് മുഹമ്മദിയായിരുന്നു. മാതാവിന്റെ വഫാത്തിന് ശേഷം ഇവരുടെ സഹോദരന്മാർ അനഹമ്മദികളുടെ ഖബർസ്ഥാനിൽ മാതാവിനെ മറവ് ചെയ്തു. അവര് മൂസിയായിരുന്നു. ഇവർ സഹോദരന്മാരുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ട് കൂടി അവിടെ നിന്ന് മയ്യത്തെടുത്ത് തന്റെ മാതാവിനെ റബുവയിൽ കൊണ്ടുവന്ന് ബിഷ്തി മക്ബറയിൽ മറവ് ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യത്തിലും ഹിക്മത്തോടുകൂടി ജോലി ചെയ്യുന്നവരായിരുന്നു. ഖാദിയാൻ UK എന്ന ജലസകളിൽ കൃത്യമായി പങ്കെടുത്തിരുന്നു. അത് ഖലീഫത്തുൽ മസീഹ് റാബി ഇവരെ കുറിച്ച് ഇവരുടെ മകനോട് പറഞ്ഞു, നിനക്കറിയാമോ, നിന്റെ മാതാവ് അഹമ്മദിയത്തിന്റെ തുറന്ന വാളായിരുന്നു. ആയിരത്തി 1985 നിയമം അനുസരിച്ച് കെലിമ തുടച്ചു നീക്കുകയായിരുന്നു. ഇവർ കെലിമയോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ച ഇപ്രകാരമായിരുന്നു. ജമാഅത്തുകളിൽ പറയപ്പെട്ടു കെലിമ വീടുകളിൽ എഴുതുക എന്ന്. ഇവർ സ്വയം ടാങ്കിയിൽ കയറി സ്വന്തം കൈകൊണ്ട് കെലിമ എഴുതി. ഒന്നാമതായി ഇവരൊരു സ്ത്രീയായിരുന്നു. രണ്ടാമതായി ഇവര് ബന്ധം വെച്ചിരുന്ന കുടുംബം ഈ കാര്യങ്ങളിലൊക്കെ നിന്ന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. അവസാന ദിവസം വഫാത്തിന് കുറച്ച് സമയത്തിന് മുമ്പ് ഇവരുടെ മകൻ പറയുന്നു, ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് പൈസ നൽകിക്കൊണ്ട് പറഞ്ഞു, വഖഫ് ചെയ്ത് തഹരീർ ചെയ്ത് ചന്തകൾ നൽകുക, അത് ബക്കായയാണ്, അതിന്റെ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞു. ഡിഷ് ഘടിപ്പിക്കുന്നതിനായി അവിടെ അഹമ്മദി വീടുകളിൽ ഒരു സ്കീം തയ്യാറാക്കി അതിൽ ഖുറ ഉണ്ടാക്കി. ഓരോ ദിവസവും ഖുറ വീഴുന്നതനുസരിച്ച് ഒരു അഹമ്മദിയുടെ വീട്ടിലും ഡിഷ് ഘടിപ്പിച്ചു. അങ്ങനെ ഖുതുബ കേൾക്കാൻ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇവരുടെ മരുമകൻ മിർസ ആഹ്സൻ ഇമ്രാൻ ആസ്ട്രേലിയ ജമാഅത്തിലെ ജനറൽ സെക്രട്ടറിയാണ്. അവരും എഴുതുന്നത് വലിയ ധൈര്യവതിയും അഹമ്മദീയത്തിന് വേണ്ടി എല്ലാ ത്യാഗത്തിനും തയ്യാറായിരുന്നു. കൃത്യമായി തിലാവത്ത് ചെയ്യുകയും ഖുതുബ കൃത്യമായി കേൾക്കുകയും ചെയ്തിരുന്നു. സിന്ധി ഭാഷ അറിയില്ലായിരുന്നു, ഉറുദു ഭാഷ ശരിയായി അറിയുമായിരുന്നില്ല. കാരണം ഇവർ ഉദ്യോഗസ്ഥരുടെ മകളായതുകൊണ്ട് ആദ്യം ഇസ്താംബൂളിലായിരുന്നു, പിന്നീട് മറ്റു സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നു, മറ്റു സ്കൂളുകളിൽ പഠിച്ചിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനം ഉണ്ടായിരുന്നു. എന്നാലും വിവാഹത്തിന് ശേഷം തന്റെ ചുറ്റുപാടുമായി വളരെയധികം സഹകരിച്ചുകൊണ്ടിരുന്നു. ആ ചുറ്റുപാടിൽ സിന്ധി ഭാഷ പഠിച്ചു. തന്റെ അനഹമതികളായ സിന്ധി ഭാഷ സംസാരിക്കുന്ന ബന്ധുക്കളെ തബ്ലീഗ് ചെയ്തിരുന്നു. അള്ളാഹു ഇവരോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും പെരുമാറുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ സന്താനങ്ങൾക്ക് الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.